السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തിരഞ്ഞെടുത്ത മഹത്തായിട്ടുള്ള ഒരു മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു തആല അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നമ്മുടെ മേൽ നോമ്പ് നോൽക്കുക, നോമ്പ് എന്ന മഹത്തായ ഒരു ഇബാദത്തിനെ നിർബന്ധമാക്കുകയും ചെയ്തു. ഈ ഒരു മാസത്തിൽ മാസത്തിൻ്റെ ഗൗരവവും അതുപോലെ ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ പ്രാധാന്യവുമെല്ലാം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നാം വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഭാഗം, ചെറിയ റിസാല എന്നുള്ളത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഹിജ്റ 795 മരണപ്പെട്ട ഇസ്ലാമിക ലോകത്തിന് വളരെയധികം ഇൽമിയായ ഖിദ്മകൾ, ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള സഹീഹ് ബുഖാരിക്ക് അദ്ദേഹം ശർഹ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതല്ലാതെ ഹദീസിലും അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ മസായിലുകളിലും ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള, അതുപോലെ ഓരോ ഹദീസുകളെയും പ്രത്യേകം എടുത്ത് അതിൻ്റെ സനദുകൾ പരിശോധിച്ച് അതിനെ സലഫുകളുടെ അസറുകൾ കൊണ്ട് വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലി വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഒരു അറിയപ്പെട്ട ഗ്രന്ഥമാണ് ലതായിഫുൽ മആരിഫ് എന്നറിയപ്പെടുന്ന ഒരു കിതാബ്. അതിൽ ഈ വിഷയങ്ങളെ ക്രോഡീകരിച്ചിട്ടുള്ള രീതി, അല്ലെങ്കിൽ എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മാസത്തിലും അറബി മാസത്തിൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ അങ്ങനെ തുടങ്ങുന്ന അറബി മാസങ്ങളിൽ ഓരോ മാസങ്ങളിലും ഉൾക്കൊണ്ടിട്ടുള്ള വവായിഫുകൾ അല്ലെങ്കിൽ ഇബാദത്തുകൾ, ആ മാസത്തിൽ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളെ പരാമർശിക്കുന്ന രീതിയിൽ. ഇപ്പോൾ മുഹറം പറഞ്ഞാൽ മുഹറത്തിൽ എന്തൊക്കെയുണ്ട്, ആശുറ നോമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ളത്, അതല്ലാതെ മുഹറമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. സഫർ വന്നാൽ സഫറുമായി ബന്ധപ്പെട്ട് വന്ന അനാചാരങ്ങൾ, അതുപോലെ നഹ്സ്, അതുപോലുള്ള കാര്യങ്ങൾ. അങ്ങനെ റബീഉൽ അവ്വൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ, അങ്ങനെ ഓരോ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഇനി ജുമാദൽ ഊല, ജുമാദൽ സാനിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം അതിൽ പ്രത്യേകിച്ചൊന്നും ശറയിൽ വന്നിട്ടില്ല എന്ന നിലക്ക്. അങ്ങനെ ഓരോ മാസത്തെയും കൊടുക്കുന്നിടത്ത് റമളാനിനെ പറ്റി മനോഹരമായ രീതിയിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം മുസ്തഖിലായിക്കൊണ്ട്, കിതാബായിക്കൊണ്ടും അതിലേക്ക് ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് വേറെ ചില കിതാബുകളായിക്കൊണ്ടൊക്കെ ഉലമാക്കൾ പിന്നീട് അത് ഇറക്കിയിട്ടുണ്ട്. നാം ആ കിതാബിലെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ റമളാനുമായി ബന്ധപ്പെട്ട ഭാഗം, അതിൻ്റെ ഒരു മുഖ്തസറാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ പല അസറുകളും റിവായത്തുകളും എല്ലാം ദുർബലമായ സനദോട് കൂടിയിട്ടും അങ്ങനെയുള്ള ചില മറ്റുള്ള ശവാഹിദുകൾ ഉണ്ടെങ്കിലും, മറ്റുള്ള സഹിഹായ ഹദീസുകളെ അറിയിക്കുന്ന കാര്യമാണെങ്കിലും അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി, എന്നാൽ അതിലുള്ള കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി അതിലൊരു മുഖ്തസറാണ് വായിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റമളാനിലേക്ക്, അല്ലെങ്കിൽ റമളാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് വായിക്കുന്നത്. قال الإمام الحافظ ابن رجب رحمه الله: وظائف شهر رمضان المعظم. ഷഹർ റമളാനുമായി ബന്ധപ്പെട്ടുള്ള ഇബാദത്തുകൾ. അതിൻ്റെ ആദ്യത്തെ പേജ് PDF ചിലപ്പോൾ ഉണ്ടാവില്ല, അതിന് ശേഷമുള്ള അടുത്ത ഭാഗം മുതലാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട മജ്ലിസുൽ അവ്വൽ മുതലാണ് PDF ഉള്ളത്. ഇതിൻ്റെ ഒരു ആമുഖമായിട്ടുള്ള ഭാഗമാണ്. كان النبي صلى الله عليه وسلم يبشر أصحابه بقدوم رمضان. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
റമളാനിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റമളാൻ തുടങ്ങുന്നു, റമളാൻ ആരംഭിക്കുന്നു ബന്ധപ്പെട്ട് സ്വഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു. അഥവാ നമുക്ക് നല്ല സന്തോഷം ലഭിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ നേട്ടമുള്ള ഒരു കാര്യം വരുമ്പോൾ മറ്റുള്ളവരെ അത് അറിയിക്കുന്ന രീതിയിൽ വിശ്വാസം അറിയിക്കാറുണ്ടായിരുന്നു. കമാ ഖറജഹുൽ ഇമാം അഹ്മദ് വന്നസായി അൻ അബി ഹുറൈറ. ഇമാം അഹ്മദ്, നസായി എന്നിവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്, പറയാറുണ്ടായിരുന്നു അവിടുന്ന്, ഖദ് ജാഅകും ഷഹ്റു റമളാൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ മാസം എത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ബറക്കത്ത് നിറഞ്ഞ മാസമാണ്. കതബല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു തആല അതാ ഈ മാസത്തിൽ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, ഈ റമളാനിൽ അതാ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിതരാക്കപ്പെടുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്റിൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് 1000 രാത്രിയേക്കാൾ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, അതിൻ്റെ ഖൈർ ആർക്കാണോ ലഭിക്കാതെ പോകുന്നത്, തടയപ്പെടുന്നത്, അവനാണ് ഏറ്റവും ഈ ഭാഗ്യങ്ങളെല്ലാം തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഹാദൽ ഹദീസു അസ്ലുൻ ഫീ തഹ്നിഅത്തിൻ നാസി ബഅദുഹിം ബഅദൻ ബിശഹ്രി റമളാൻ. ഈ ഹദീസ് എന്നുള്ളത് ജനങ്ങൾ പരസ്പരം റമളാനിൻ്റെ വരവിനെ തൊട്ട് ആശംസ അറിയിക്കേണ്ട അല്ലെങ്കിൽ ആളുകളെ അറിയിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം അറിയിക്കേണ്ടതിൻ്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്നുള്ളത്. അപ്പോൾ റമളാൻ വരുന്നതിനെ കുറിച്ച് ആളുകൾ പരസ്പരം റമളാൻ ആയിരിക്കുന്നു എന്ന നിലക്കുള്ള പരസ്പരം ഒരു ആശംസ, ഒരു തഹ്നിയത്ത് നടത്തുക എന്നുള്ളതിന് ഈ ഹദീസ് അതിൻ്റെ അസ്ലായിട്ട് ഉലമാക്കൾ പറഞ്ഞത് കാണാം. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, കൈഫ ലാ യുബശ്ശിറുൽ മുഅ്മിനു ബിഫത്ഹി അബ്വാബിൽ ജിനാൻ, എങ്ങനെയാണ് ഒരു മുഅ്മിന് സന്തോഷ വാർത്ത അറിയിക്കാതിരിക്കാൻ സാധിക്കുക, ആശംസ അറിയിക്കാതിരിക്കുക സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നതിനെ സംബന്ധിച്ച്? കാരണം റമളാനിൽ എന്താവും? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു എന്ന് തൻ്റെ സഹോദരന്മാർക്ക് എങ്ങനെയാണ് ഒരു മുഅ്മിനെ അറിയിക്കാതിരിക്കാൻ സാധിക്കുക? കൈഫ ലാ യുബശ്ശറുൽ മുദ്നിബു ബിഗൽഖിൽ അബ്വാബിൻ നീറാൻ, എങ്ങനെയാണ് ഒരു പാപം ചെയ്യുന്നവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടാതിരിക്കുക? നരകത്തിൻ്റെ കവാടങ്ങൾ അടഞ്ഞിരിക്കുന്നു, അടക്കപ്പെട്ടിരിക്കുന്നു എന്ന്, അഥവാ പാപങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് എന്ന് ഒരു പാപിയെ അറിയിക്കേണ്ട സമയമല്ലേ റമളാൻ? കൈഫ ലാ യുബശ്ശറുൽ ഗാഫിലു ബിവഖ്തിൻ യുഗല്ലു ഫീഹി ശൈത്താൻ, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ ഇബാദത്തുകളെക്കുറിച്ച് അശ്രദ്ധമായി നടക്കുന്ന ഒരുത്തനെ എങ്ങനെയാണ് അറിയിക്കപ്പെടാതിരിക്കുക പിശാചുക്കൾ ഇതാ ഈ മാസത്തിൽ ബന്ധിതരാക്കപ്പെടുന്നു എന്ന്? മിൻ ഐന യുഷ്ബിഹു ഹാദ സമാനുൻ, എങ്ങനെയാണ് ഈ ഒരു കാലത്തെ മറ്റൊരു കാലവുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കുക? അഥവാ ഒരിക്കലും മറ്റൊന്നിനോട് താരതമ്യപ്പെടാൻ പെടുത്താൻ സാധിക്കാത്ത അത്രയധികം മഹത്തരമായിട്ടുള്ള മാസമാണ് റമളാൻ എന്നുള്ളത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, ബുലൂഗു ശഹ്രി റമളാന വസിയാമുഹു നിഅമത്തുൻ അദീമത്തുൻ അലാ മൻ അഖ്ദറഹു അല്ലാഹു അലൈഹി, ഈ റമളാനിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് അതിന് സാധിച്ച ആളുകളുടെ മേലെയുള്ള അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള അനുഗ്രഹമാണത്, വളരെ മഹത്തായ നിഅമത്താണ്. വയദുല്ലു അലൈഹി ഹദീസു സലാസത്തി അല്ലദീന ഉസ്തുശ്ഹിദ ഇസ്നാനി മിൻഹും സുമ്മ മാത അസ്സാലിസു അലാ ഫിറാശിഹി ബഅദഹുമാ, ഈ ഒരു വിഷയത്തിൽ ഇതിനുള്ള ദലീലാണ് 3 ആളുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹദീസ് എന്നുള്ളത്. 3 ആളുകളിൽ 2 ആളുകളെ പറ്റി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അഥവാ 2 ആളുകൾ ബഅദഹുമാ ഫറുഇയ ഫിൽ മനാമി സാബിഖൻ ലഹുമാ, അതായത് 2 ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. 2 ആളുകൾ ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ച ആളുകളായിരുന്നു. ആ ഇസ്ലാം സ്വീകരിച്ച 2 ആളുകൾ, അതിൽ ഒരാൾ അതിയായി മുജ്തഹിദായിട്ടുള്ള ധാരാളം ഇബാദത്തുകളും ഇജ്തിഹാദ് ചെയ്യുന്ന ആളായിരുന്നു. 2ാമത്തെ ആൾ അത്ര ഇജ്തിഹാദ് ചെയ്യില്ല, എന്നാലും ആവശ്യത്തിന് ഇബാദത്തുകൾ ചെയ്യും. അതിൽ 1ാമത്തെ ആൾ ഒരു യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ട് കൊല്ലപ്പെട്ടു. 2ാമത്തെ ആൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് മരണപ്പെട്ടു. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ 2ാമത് മരിച്ച വലിയ ഇബാദത്തിൽ മുജ്തഹിദ് അല്ലാത്ത, ഷഹീദായി കൊല്ലപ്പെടാത്ത, 1 വർഷം കഴിഞ്ഞ് സാധാരണ രീതിയിൽ മരിച്ച ആൾ ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ
ഇത് ജനങ്ങളെ അറിയിച്ചപ്പോൾ എല്ലാം അത്ഭുതപ്പെട്ടു. എന്താണ് ഇങ്ങനെ അയാളെങ്ങനെ ആദ്യം കടന്നു എന്നുള്ളത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി കൊടുക്കുകയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ സ്വല്ലാ ബഅദഹുമാ കദാ വകദാ സ്വലാതൻ വഅദ്റക റമളാന ഫസാമഹു. അതിലാ വ്യക്തി, ആ ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട വ്യക്തി മറ്റേ ആളേക്കാൾ, അല്ലെങ്കിൽ വേറെ ചില ഹദീസിൽ മറ്റു രണ്ടാളേക്കാൾ ഒരു വർഷം ജീവിച്ചില്ലേ, അവന് റമളാൻ കിട്ടിയില്ലേ, അവൻ നോമ്പ് നോറ്റില്ലേ. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഇന്ന ബൈനഹുമാ ലഅബ്അദ മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, അവർ രണ്ടുപേരും തമ്മിൽ അവരുടെ ഇടയിൽ ആകാശഭൂമികളെ വ്യത്യാസമുണ്ട്. ഖറജഹുൽ ഇമാമു അഹ്മദ് വഗൈറുഹു, ഇമാം അഹ്മദും മറ്റുള്ളവർ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. അപ്പോൾ ഗൗരവത്തിൽ റമളാനിൽ പ്രവേശിക്കുമ്പോൾ, റമളാനിൽ ജീവിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ആലോചിച്ച് നോക്കിയും, ഒരു റമളാൻ കിട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ള സ്വർഗപ്രവേശനത്തിന് ഒരു മുൻഗണന, ഒരു പ്രാധാന്യം ലഭിക്കുന്ന അവസ്ഥയാണ് അവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ റഹിമ ഫീ ഷഹ്രി റമളാൻ ഫഹുവൽ മർഹൂം. ഷഹ്രി റമളാനിൽ, റമളാൻ മാസത്തിൽ തടയപ്പെടുന്നവൻ അഥവാ നന്മകളിൽ തടയപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ നന്മകളിൽ തടയപ്പെട്ടവൻ. വമൻ ഹുരിമ ഖൈറഹ ഫഹുവൽ മഹ്റൂം. അതിൻ്റെ നന്മകൾ തടയപ്പെട്ടവൻ അവൻ എല്ലാം കൊണ്ടും, എല്ലാ നന്മകൾ കൊണ്ടും തടയപ്പെട്ടവനാണ്. വമൻ ലം യതസവ്വദ് ഫീഹി ലിമആദിഹി ഫഹുവ മലൂമുൻ. ഈ ഒരു മാസത്തിൽ പരലോകത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാത്തവൻ ആക്ഷേപിക്കപ്പെടുന്നവനാണ്. അഥവാ ഇത് ഈ മാസത്തിലും പണിയെടുക്കാതെ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുന്നവൻ അവൻ ആക്ഷേപിക്കപ്പെടേണ്ടവനാണ്. എന്നിട്ട് ചില ബൈത്തുകൾ കൊടുക്കുന്നുണ്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കിതാബുകളിലെ പൊതുവെയുള്ള രീതിയാണ്, ലതായിഫുൽ മആരിഫിൽ ധാരാളം കാണാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ബൈത്തുകൾ അദ്ദേഹം എഴുതിയതോ അല്ലെങ്കിൽ ഉലമാക്കൾ എഴുതിയിട്ടുള്ളതോ കൊടുക്കാറുണ്ട്. അറ്റാ റമളാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. ഇതാ റമളാൻ എത്തിയിരിക്കുന്നു, അടിമകളുടെ വിളവെടുക്കാനുള്ള സമയം. ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. അങ്ങനെ ആ റമളാൻ എന്താക്കുന്നു? ആളുകളുടെ ഖൽബിനെ ഫസാദിൽ നിന്ന് നന്നാക്കിയെടുക്കുന്നു. ഫഅദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫിഅലൻ. അതുകൊണ്ട് ഈ റമളാൻ മാസത്തിന് വീട്ടിക്കൊടുക്കേണ്ട ചില അവകാശങ്ങളുണ്ട്, അത് വാക്കായും പ്രവൃത്തിയായും നിങ്ങൾ വീട്ടിക്കൊടുക്കുക. വസാദക ഫത്തഖിദ്ഹു ഇലൽ മആദി. നാളെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഈ റമളാനിൽ നീ നേടിയെടുക്കുക. ഫബൻസറ അൽ ഹുബൂബ വമാ സഖാഹ. ആരെങ്കിലും വിളവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിളവെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്, പക്ഷേ അതിനാവശ്യമായ വെള്ളമൊന്നും തെളിക്കുന്നില്ല എങ്കിൽ തഅവ്വഹന അതിമൻ യൗമൽ ഹസാദി. വിളവെടുക്കേണ്ട ദിവസത്തിൽ നിരാശയോടുകൂടി വിളിച്ച് അലറി വിളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കാണാം. എന്നിട്ട് പറയുകയാണ്, യാ മൻ ത്വാലത് ഗൈബതുഹു അന്നാ ഖദ് ഖറബത് അയ്യാമുൽ മുസാലഹ. അത് പറയാണ് അദ്ദേഹം ചില സാഹിത്യപരമായ രീതിയിൽ വാചകങ്ങളിലൂടെ പറയാണ്, ഒരുപാട് കാലം അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള, പാപങ്ങൾ സംഭവിച്ചിട്ടുള്ളവനെ ഖദ് ഖറബത് അയ്യാമുൽ മുസാലഹ. ഇതാ നന്മയായി നന്നാക്കിയെടുക്കേണ്ട മാറ്റത്തിനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. യാ മൻ ദാമത് ഖസാറതുഹു. നഷ്ടങ്ങൾ കൊണ്ട് എപ്പോഴും നഷ്ടത്തിലായിക്കൊണ്ട് ജീവിക്കുന്നവനെ ഖദ് അഖ്ബലത് അയ്യാമുത് തിജാറത്തിർ റാബിഹ. ഇതാ ലാഭകരമായ കച്ചവടത്തിൻ്റെ ദിവസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അഥവാ ബാക്കിയുള്ള കാലങ്ങളിൽ വീഴ്ചകളും കുറവുകളും എല്ലാം വന്നിട്ടുള്ള, ഇനി എന്ത് എന്നുള്ള നിലയ്ക്ക് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ പലപ്പോഴായിക്കൊണ്ട് വീഴ്ചകളും കുറവുകളും പാപങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം പരിഹരിക്കാവുന്ന, അതിൽ നിന്നെല്ലാം ഒരു മാറ്റത്തോടു കൂടി മുന്നിലേക്ക് വരാൻ സാധിക്കുന്ന, മുന്നേറാൻ സാധിക്കുന്ന ഒരു അവസരമാണ് റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് അത് ഉപയോഗിക്കണം എന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞു, മൻ ലം യർബഹ് ഫി ഹാദ ശഹ്രി ഫഫി അയ്യി വഖ്തിൻ യർബഹു. ഈ മാസത്തിൽ ലാഭം നേടിയിട്ടില്ല എങ്കിൽ പിന്നെ ഏത് മാസത്തിലാണ്, ഏത് സമയത്താണ് അവൻ ലാഭം നേടുക? മല്ലം യഖ്റുബു ഫീഹി മിൻ മൗലാഹ് ഫഹുവ അലാ ബുഅദിഹി ലാ യബ്റഹ്. ഈ മാസത്തിൽ അവൻ്റെ യജമാനായിട്ടുള്ള അള്ളാഹുലേക്ക് അവൻ അടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അവൻ എപ്പോഴും അകൽച്ചയിലായിരിക്കും. റമളാനിൽ അള്ളാഹുലേക്ക് അടുക്കാൻ അവന് സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ പിന്നെ എപ്പോഴും അകൽച്ചയിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് പറയാണ്, കം യുനാദ ഹയ്യ അലൽ ഫലാഹി വ അൻത ഖാസിറുൻ. എത്രയായി വിളിക്കപ്പെടുന്നു, നീ വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ, നീ നഷ്ടക്കാരനായി തുറന്നുകൊണ്ടിരിക്കുന്നു. കം തുദ്ആ ഇലസ്സലാഹി വ അൻത അലൽ ഫസാദി മുസാബിറു. ഏറ്റവും തെമ്മാടിത്തരങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് എത്രയാണ് ഈ നന്മക്ക് വിളിക്കപ്പെടുന്നത്. അഥവാ ഈ ഒരു അവസരം
ജീവിതത്തിൽ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കണം. എത്ര മോശക്കാരനായി ജീവിക്കുന്നവനാണെങ്കിലും തെമ്മാടിയായി ജീവിക്കുന്നവനാണെങ്കിലും ഈ റമളാനിലൂടെ ഒരു മാറ്റത്തിലേക്ക് വരണം എന്നൊരു ബൈറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഇദാ റമളാനു അതാ മുഖ്ബിലൻ ഫഖ്ബിൽ ഫബിൽ ഖൈർ യുസ്തഖ്ബലു. ഇദാ റമളാൻ നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖൈറിനെ കൊണ്ട്, നന്മയെ കൊണ്ട് നീ അതിനെ സ്വീകരിക്കുക, അതിനു വേണ്ടി ഒരുങ്ങുക. ലഅല്ലക തുഖ്തിഉഹു ഖാബില വതഅതി ബിഉദ്രിൻ ഫലാ യുഖ്ബലു. ഈ ഒരു മാസത്തിലും നീ തെറ്റിലായിക്കൊണ്ടൊക്കെ ആവുകയാണ് അവസ്ഥയാണുണ്ട് എങ്കിൽ പിന്നെ നിനക്കൊരു ഒഴുകഴിവ് ബോധിപ്പിക്കാൻ ഉണ്ടാകില്ല, ഒഴുകഴിവ് നിന്റെ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവില്ല എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു ഇബ്നു റജബ് അൽ ഹംബലി, കം മിമ്മൻ അമ്മല അൻ യസൂമ ഹാദ അശ്ശഹർ ഫഖാനഹു അമലുഹു ഫസാറ ഖബ്ലഹു ഇലാ ദുൽമത്തിൽ ഖബർ. എത്ര ആളുകളാണ് ഈ റമളാനിൽ നോമ്പ് നോൽക്കാം എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ റമളാനിലെത്തി നോമ്പ് നോൽക്കാന്നൊക്കെ. പക്ഷേ അവരെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ ഖബറിൻ്റെ ഇരുട്ടിലായി മാറിപ്പോയിട്ടുണ്ട്. അഥവാ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഒപ്പമുള്ള ധാരാളം ആളുകൾ കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഖബറിലായിരിക്കും. അപ്പോൾ എത്ര ആളുകൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ അവസാന ഖുതുബ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നടത്തിയ അവസാന ഖുതുബ ഇവിടെ കൊടുക്കുന്നുണ്ട്. വളരെ അറിയപ്പെട്ട ഒരു ഖുതുബയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ അവസാന ഖുതുബ. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഖതബ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആഖിറ ഖുതുബത്തിൻ ഖതബഹാ ഫഖാല ഫീഹാ. അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ഖുതുബയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, ഇന്നകും ലം തുഖ്ലഖു അബസ. നിങ്ങൾ വെറുതെ നിരർത്ഥകമായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വലൻ തുത്രക്കു സുദൻ. നിങ്ങളെ വെറുതെ വിട്ടേക്കപ്പെടില്ല. വൈന്നലക്കും മആദൻ യൻസിലുല്ലാഹു ഫീഹി ലിൽഫസ്ലി ബൈന ഇബാദിഹി. നിങ്ങൾക്കൊരു പരലോകമുണ്ട്. അവിടെ അല്ലാഹു തആല ഇറങ്ങി വരും അടിമകൾക്കിടയിൽ ആളുകളെ വേർതിരിക്കാൻ വേണ്ടി, അഥവാ സ്വർഗാവകാശികളും നരകാവകാശികളുമായി വേർതിരിക്കാൻ വേണ്ടി. ഫഖദ് ഖാബ വഖസിറ മൻ ഖറജ മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തായവൻ അവനാണ് ഏറ്റവും നഷ്ടം പറ്റിയവനായിട്ടുണ്ടാവുക. അല്ലത്തി വസിഅത് കുല്ല ഷൈഇൻ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാം കൊണ്ടും വിശാലമായതാണ്. അതിൽ നിന്ന് പുറത്തായവനാണ് ഏറ്റവും നഷ്ടം. വഹുരിമ ജന്നതൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. അതുപോലെ തന്നെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം തടയപ്പെട്ടവനും. അലാ തറൗൻ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ചിന്തിക്കാൻ വേണ്ടി ചില വാക്കുകൾ പറയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, അന്നക്കും ഫി അസ്ലാബിൽ ഹാലിക്കീൻ. നിങ്ങൾ മരണപ്പെട്ടവരുടെ മുതുകിലായിരുന്നു എന്ന്. അഥവാ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇന്ന് ഖബറിലായിട്ടുണ്ട്. അവരുടെ മുതുകിലായിരുന്നു നിങ്ങൾ, അവരുടെ സന്താന പരമ്പരയായിട്ട് നിങ്ങൾ വന്നിട്ടുള്ളത്. വസയരിസുഹാ ബഅദമൽ ബാഖൂൻ. നിങ്ങളിവിടെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അനന്തരമായിക്കൊണ്ട്, നിങ്ങളുടെ വീടാവട്ടെ സമ്പത്താവട്ടെ എന്തോ ആവട്ടെ, അനന്തരമായി ബാക്കിയുള്ളവർ എടുക്കും ചെയ്യും. അതായത് നിങ്ങൾ എന്തായാലും മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മുമ്പുള്ള വന്ന ആളുകളൊക്കെ പോയി, നമ്മൾ ആരിൽ നിന്നാണോ വന്ന് അവരൊക്കെ പോയി. ഇനി വരാൻ പോകുന്ന ആളുകൾ നമ്മൾ അനന്തരം എടുക്കുകയും ചെയ്യും. കദാലിക ഹത്താ തുറദ്ദ ഇലാ ഖൈറിൽ വാരിസീൻ. അതുപോലെ തന്നെ എല്ലാം അനന്തരം എടുക്കുന്ന വാരിസായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. വഫീ കുല്ലി യൗമിൻ തുശയ്യിഊന ഗാദിയൻ വറായിഹൻ ഇലല്ലാഹ്. ഓരോ ദിവസവും നിങ്ങൾ പലരെയും രാവിലെയും വൈകുന്നേരവുമായിട്ട് അള്ളാഹുവിലേക്ക് യാത്ര അയക്കുന്നുണ്ട്, അഥവാ ആളുകളെ ഖബറടക്കുന്നുണ്ട്. ഖദ് ഖളാ നഹ്ബഹു വൻഖളാ അജ്ലുഹു. അവരുടെ ആയുസ് കഴിഞ്ഞു, അവരുടെ അവസരം കഴിഞ്ഞു. ഫതുവദ്ദിഊനഹു വതദഊനഹു ഫീ സദ്ഇൻ മിനൽ അർളി ഗൈരി മുവസ്സദിൻ വലാ മുമഹദിൻ. നിങ്ങൾ അവരൊക്കെ ഇട്ടേച്ചത്, നിങ്ങൾ വിട്ടേച്ച് അവരെ ഒഴിവാക്കിയത് ഭൂമിയുടെ ഒരു ചെറിയ ഇടുക്കിലേക്കാണ്, ഒരു തലയണയോ വിരിപ്പോ ഇല്ലാത്ത ചെറിയ ഇടുക്കിലേക്ക്. ഖദ് ഖലഅൽ അസ്ബാബ വഫാറഖൽ അഹ്ബാബ വസകനത് തുറാബ വവാജഹൽ ഹിസാബ. അവരുടെ എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അതിനൊക്കെ എല്ലാ കാരണങ്ങളിൽ നിന്നും അവർ ഒഴിവായി. അവരിഷ്ടപ്പെട്ട അവരുടെ ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ട എല്ലാത്തിൽ നിന്നും അവർ വേറിട്ട് പോയി. അവരത് ആ മണ്ണിൽ താമസമാക്കി. അവരവരെ വിചാരണയെ കണ്ടുമുട്ടാൻ തുടങ്ങി. ഖനിയൻ അമ്മ ഖല്ലഫ ഫഖീറൻ ഇലാ മാ അസ്ലഫ. അവരിവിടെ വിട്ടേച്ച് പോയതിൽ നിന്നൊന്നും ഞാൻ അവർക്ക് ആവശ്യമില്ല. അവരോട് വിട്ടേച്ച് പോയ ഒന്നിലേക്കും അവരാവശ്യമില്ല. എന്നാൽ പരലോകത്തേക്ക് അവർ ഒരുക്കി വെച്ചിട്ടുള്ളതിലേക്ക് അവർ ആവശ്യക്കാരാണ് താനും. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ അടിമകളെ. ഖബ്ല നുസൂലിൽ മൗതി വൻഖിദാഇ മവാഖീതിഹി. മരണമിറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളുടെ സമയം
മുറിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഇന്നീ ലഅഖൂലു ലക്കും ഹാദിഹിൽ മഖാല. എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഈ വാക്ക് നിങ്ങളോട് പറയുന്നത് ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, വമാ അഅലമു ഇൻദ അഹദിൻ മിനദ്ദുനൂബി അക്സറ മിമ്മാ അഅലമു ഇൻദി. മുഖാതബീങ്ങളെ നോക്കി പറയാണ്, ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ അടുക്കലുള്ള ഞാൻ അറിയുന്ന പാപങ്ങളെക്കാൾ ഇവിടെ പാപമുള്ള അല്ലെങ്കിൽ പാപം ചെയ്യുന്ന ഒരാളെയും എനിക്കറിയില്ല. ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പാപി. വലാകിന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. പക്ഷേ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നു. ثم رفع طرف ردائه وبكى حتى شهق. എന്നിട്ട് അവിടുത്തെ വസ്ത്രത്തിൻ്റെ ഒരറ്റം വെച്ച് മുഖത്ത് വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. പൊട്ടി കരയുന്ന അവസ്ഥയിൽ ഉമർ അബ്ദുൽ അസീസ് കരയാൻ തുടങ്ങി. ثم نزل عن المنبر. എന്നിട്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങി. فما عاد الى المنبر بعدها حتى مات رحمة الله عليه. പിന്നീട് ആ മിമ്പറിൽ ഖുതുബ പറയാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കയറിയിട്ടില്ല. പിന്നീട് അദ്ദേഹം ഉടനെ തന്നെ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്ന് പറയാം. വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെയധികം ചിന്തിക്കേണ്ട വാക്കുകളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഈ ഒരു വാക്കിൽ, ഈ ഒരു ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുൻപുള്ളവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളും അതുപോലെയുള്ളവരാണ്. നമ്മുടെ ബാക്കിയുള്ളവർ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അനന്തരസ്വത്ത് ബാക്കിയെടുക്കാൻ കാത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന, എല്ലാ സ്ഥാനങ്ങളും എല്ലാ കാരണങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വിട്ടേച്ചു പോകുന്ന, മണ്ണിനെ താമസസ്ഥലമാക്കുന്ന, ഒരു തലയണയോ വിരിപ്പോ ഇല്ലാത്ത ഭൂമിയുടെ ഒരു ചാലിലേക്ക്, ഒരു ഇടുക്കിലേക്ക് നമ്മൾ വെക്കും. അത് നമ്മൾ ധാരാളം ആളുകൾ ഓരോ ദിവസം വെക്കുന്നുണ്ട്. നാളെ നമ്മളെയും അതുപോലെ വെക്കും. അതുകൊണ്ട് അതിനു മുമ്പ് ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക. മരണം പെട്ടെന്നായിരിക്കും വരിക. എന്നിട്ട് ചില ബൈത്തുകൾ കൂടി ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. യാ ദല്ലദീ മാ കഫാഹു ദംബു ഫീ റജബിൻ. ഒരുവനെ, റജബിൽ പാപങ്ങളാൽ മുഴുകിയ ഒരുവനെ, ഹത്താ അസാ റബ്ബഹു ഫീ ശഹ്രി ശഅബാന. റജബ് കഴിഞ്ഞ് ശഅബാനിലും നീ അള്ളാഹുവിനെ ധിക്കരിച്ച് പാപങ്ങൾ ചെയ്തു. ലഖദ് അദല്ലക ശഹ്റു സ്സൗമി ബഅദഹുമാ. ഇതാ ഇപ്പോൾ നിന്നിലേക്ക് ആ രണ്ട് റജബിന്റെയും ശഅബാനെയും ശേഷം നോമ്പിന്റെ മാസമായ റമദാൻ വന്നിരിക്കുകയാണ്. ഫലാ തുസയ്യിർഹു ഐവൻ ശഹ്റ ഇസ്യാനി. ഈ മാസം കൂടി നീ പാപത്തിന്റെ മാസമാക്കി നീ മാറ്റരുത്. വതുലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദൻ. അതുകൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്യുക, നീ പരിശ്രമിച്ച് തസ്ബീഹ് ചെയ്യുക. ഈ തസ്ബീഹ് എന്നുള്ള പദം ഉലമാക്കൾ ഉപയോഗിക്കാറുള്ള നിസ്കാരത്തിനാണ്. നിസ്കാരത്തിന്റെ തസ്ബീഹ് എന്നുള്ള പദം ഹദീസിലും വന്നിട്ടുണ്ട്. പിന്നെ സുബ്ഹത്ത് എന്നുള്ള പദമൊക്കെ നിസ്കാരത്തിന് ഉപയോഗിക്കാറുണ്ട്. വസബ്ബിഹ് ഫീഹി മുജ്തഹിദൻ. നീ പരിശ്രമിച്ച് നിസ്കരിക്കുക, തസ്ബീഹ് നടത്തുക. ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വ ഖുർആനി. കാരണം ഈ മാസം തസ്ബീഹിൻ്റെയും ഖുർആനിൻ്റെയുമാണ്. അഥവാ ഖുർആൻ പാരായണത്തിൻ്റെ, രാത്രി നിസ്കാരത്തിൻ്റെയും അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ഒക്കെ മാസമാണ്. വഹ്മിൽ അലാ ജസദിൻ തർജുൻ നജാത ലഹു. നീ നിന്റെ ശരീരത്തിനെ വിജയം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കുക. ഫസൗഫ തുവറമു അജ്സാമുൻ ബിനീറാനി. കാരണം നാളെ ശരീരങ്ങളെല്ലാം നരകത്തീയിലിട്ട് കത്തിച്ചാമ്പലാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. കം കുൻത തഅരിഫു മിമ്മൻ സ്വാമ ഫീ സലഫിൻ. നിനക്കറിയാം എത്ര ആളുകൾ മുമ്പ് നോമ്പെടുത്ത ആളുകളെ. മിൻ ബൈനി അഹ്ലിൻ വ ജീറാനിൻ വ ഇഖ്വാനി. നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽവാസികൾ, നിന്റെ സഹോദരങ്ങൾ. അഫ്നാഹുമുൽ മൗതു വസ്തബ്ഖാക ബഅദഹും. അഫ്നാഹുമുൽ മൗത്ത്. അവരെ മരണം നശിപ്പിച്ചു കളഞ്ഞു, അതോ അവരൊക്കെ മരണപ്പെട്ടു പോയി. വസ്തബ്ഖാക ബഅദഹും ഹയ്യൻ ഫമാ അഖ്റബൽ ഖാസി മിനദ്ദാനി. നിനക്ക് ശേഷം അതാ, അവർക്ക് ശേഷം അതാ നീ ബാക്കിയായിരിക്കുകയാണ് ജീവനോടുകൂടി. എന്നിട്ട് പറയാണ് ഫമാ അഖ്റബൽ ഖാസി മിനദ്ദാനി. ദൂരെയാണെന്ന് വിചാരിക്കുന്നത് എത്ര അടുത്താണ്. അഥവാ മരണം, നമ്മളൊക്കെ മരണം എന്താ വിചാരിക്കുക? ഒരു 60 വയസ്സ് വരെ എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നത്, 10 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ മകൾ കെട്ടിക്കണം, അത് കഴിഞ്ഞ് അത് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പറയാണ് ദൂരെയാണെന്ന് വിചാരിക്കുന്ന കാര്യം മിനദ്ദാനി, എത്ര അടുത്താണ്. വമുഅ്ജബിൻ ബിസിയാബിൽ ഈദി യഖ്തഉഹാ. നീ ഈദിന് വാങ്ങിയ വസ്ത്രം അത് കണ്ട് നീ അത്ഭുതപ്പെടുന്നു. ഈദിന്റെ വസ്ത്രം കണ്ടിട്ട് നീ അത്ഭുതപ്പെടുന്നു, നീ അല്ലെങ്കിൽ നല്ല അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ഫസ്ബഹത് ഫീ ഗദിൻ അസ്വാബ അക്ഫാനി. പക്ഷേ ആ കാര്യമൊക്കെ നഷ്ടപ്പെട്ടു. നാളെ ചിലപ്പോൾ നീ എന്താവും? കഫൻ തുണിയിലാവും പുതിയ. അഥവാ സ്വാഭാവികമായിട്ടും റമദാൻ കഴിഞ്ഞിട്ട് ഈദിന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതും പ്രതീക്ഷിച്ച് അത് നല്ല വസ്ത്രം വാങ്ങണം, ധരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവനെ ഫസ്ബഹത് ഫീ ഗദിൻ അസ്വാബ അക്ഫാനി. അങ്ങനെ വിചാരിച്ച ആളുകളൊക്കെ അവരുടെ ആ പ്രതീക്ഷ മുറിച്ച് കളഞ്ഞ് എന്തുണ്ടായിട്ടുണ്ട്? അവർക്ക് കഫൻ തുണി വസ്ത്രമായി മാറിയിട്ടുണ്ട്. ഹത്താ മത്താ യഅ്മുറുൽ ഇൻസാനു മസ്കനഹു.
എത്ര കാലമാണ് ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഭവനത്തിൽ താമസിക്കുക? മസീറു മസ്കനിഹി ഖബ്റുൻ ലി ഇൻസാനി, അവൻ താമസിക്കുന്ന ഭവനം അവൻ്റെ ഖബറായി മാറുന്നതാണ്, അല്ലെങ്കിൽ ഖബർ അവൻ്റെ താമസ സ്ഥലമായിട്ട് വൈകാതെ തന്നെ മാറുന്നതാണ് എന്ന് പറയാം. അഥവാ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൻ്റെ ആശയങ്ങൾ റമളാനുമായി ബന്ധപ്പെട്ട് കവിതയായിക്കൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്നു എന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ ഒന്നാമത്തെ അൽ മജ്ലിസുൽ അവൽ. ഈ മജ്ലിസ് എന്നുള്ള പേരിലാണ് ഫസ്ലുകൾ ഇബ്നു റജബ് ലത്വായിഫുൽ മആരിഫിൽ പൊതുവെ കൊടുത്തിട്ടുള്ളത്. റമളാനിൽ ചിലപ്പോൾ വായിക്കാനുള്ള ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാനുള്ള ഉദ്ദേശത്തിലോ ആയിരിക്കും, അല്ലാഹു അഅലം. ഫി ഫദ്ലി സിയാം, ഒന്നാമത്തെ മജ്ലിസ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്നത് ഫി ഫദ്ലി സിയാം, നോമ്പിൻ്റെ ഫദ്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഫി സഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, أبو هريرة رضي الله عنه ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ ലഹു, ആദം സന്തതിയുടെ അഥവാ മനുഷ്യന്റെ എല്ലാ കർമ്മവും അവന് വേണ്ടിയിട്ടുള്ളതാണ്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ضعف, ഈ നന്മകൾ എന്നുള്ളത് നന്മകൾക്ക് പ്രതിഫലം 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടും. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞു, ഇല്ല സിയാം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അതായത് ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ 10 മുതൽ 700 എന്നൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തൊഴിവാണ്? നോമ്പൊഴിവാണ്. എന്നിട്ട് പറയാണ്, നോമ്പ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാനാണ് പ്രതിഫലം കൊടുക്കുക. ഇന്നഹു തറക ശഹ്വതഹു വതആമഹു വശറാബഹു മിൻ അജ്ലി, കാരണം അവൻ്റെ ഇച്ഛകൾ അഥവാ അവൻ അനുവദനീയമായ അവൻ്റെ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം, വതആമഹു അവൻ്റെ ഭക്ഷണം, വശറാബഹു അവൻ്റെ പാനീയം, മിൻ അജ്ലി എനിക്ക് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ആ നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിലുള്ള ഒരു സന്തോഷം, ആ നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന സന്തോഷം, ഈദിൻ്റെ സന്തോഷം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു എന്നുള്ള സന്തോഷം. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തേത് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ചെയ്ത ഇബാദത്തുകൾക്ക് പ്രതിഫലം കിട്ടുന്ന പരലോകത്തെത്തുമ്പോൾ ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. വല ഖുലൂഫു ഫമിസ്സായിം ഇൻദല്ലാഹി അത്യബു മിൻ റീഹിൽ മിസ്ക്, ഒരു നോമ്പുകാരൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന ഗന്ധമെന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മിസ്ക്, കസ്തൂരിയുടെ ഗന്ധത്തിനേക്കാൾ വിശിഷ്ടമായതാണ്. വഫി റിവായത്തിൽ, മറ്റു റിവായത്തിൽ, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാമ ഫഇന്നഹു ലീ എന്ന് കാണാം. എല്ലാം ആദം സന്തതിയുടെ ഇബാദത്തും അവനാണ്, ഈ നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്. വഫി റിവായത്തിൽ ബുഖാരി റിവായത്തിൽ കുല്ലി അമലിൻ കഫാറത്തുൻ, എല്ലാ അമലും കഫാറത്താണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളൊക്കെ അവൻ്റെ പാപങ്ങൾക്കുള്ളൊരു കഫാറത്താണ്. ഓരോ കർമ്മങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്തിഗ്ഫാർ ഇല്ലാതൊരു കർമ്മമില്ലാതെ. അപ്പോൾ നിസ്കാരത്തിലെ ഓരോ സമയത്തും, ഇപ്പോൾ ഖിയാമിലാവട്ടെ, റുക്കൂലാവട്ടെ, സുജൂദിലാവട്ടെ, ഇഅ്തിദാലാവട്ടെ, പിന്നെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ, അത്തഹിയാത്തിൽ, തശഹുദിൽ, എല്ലാ സമയത്തും ഇസ്തിഗ്ഫാറിൻ്റെ ദുആകൾ വന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുപോലെ എല്ലാ ഇബാദത്തുകളും, ഇപ്പോൾ സമ്പത്ത് കൊടുക്കുന്നത് കഫാറത്താണ്, അതുപോലെ തന്നെ ഹജ്ജ് കഫാറത്താണ്, എല്ലാത്തിനും കഫാറത്താണ്. അവൻ്റെ പാപങ്ങൾ, അവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ പുറത്ത് കിട്ടാനുള്ളതാണ്. വസ്സൗമു ലീ വഅന അജ്സി ബിഹി, പക്ഷേ നോമ്പ് അങ്ങനെയല്ലാതെ, നോമ്പ് അതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ പ്രതിഫലം കൊടുക്കും. വഖറജഹുൽ ഇമാമു അഹ്മദ് മിൻ ഹാദൽ വജ്ഹി വലഫ്ദുഹു, ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം, കുല്ലു അമലി ഇബ്നി ആദമ കഫാറത്തുൻ ഇല്ല സൗമ വസ്സൗമു ലീ വഅന അജ്സി ബിഹി. ഒരാശയം തന്നെ, ലഫ്ദ് വ്യത്യാസമുണ്ട് മാത്രം. ഇത്രയും പറഞ്ഞിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഇന്ന സിയാമു മിനസ് സബ്ർ, നോമ്പ് എന്നുള്ളത് ക്ഷമയിൽപ്പെട്ടതാണ്, ക്ഷമയുടെ ഭാഗമാണ് നോമ്പ് എന്നുള്ളത്. കാരണം ഇവിടെ കൊടുക്കാനുള്ള കാരണം, വഖദ് ഖാല അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബിൻ, ഈ ക്ഷമിക്കുന്ന ആളുകൾക്ക് നാം കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും എന്നുള്ളത്. കാരണം ഇവിടെ ഈ ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട്? തുടക്കത്തിൽ പറഞ്ഞു, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ضعف ഖാല അല്ലാഹു അസ്സ വജൽ ഇല്ല സിയാം. അപ്പോൾ 10 മുതൽ 700 ഇരട്ടി എന്നുള്ളൊരു കണക്ക് പറഞ്ഞിട്ട് നോമ്പിനെ ഒഴിവാക്കി പറഞ്ഞു. അതേപോലെ ക്ഷമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ഷമ എന്നുള്ളത് നോമ്പ് എന്നുള്ളത് ക്ഷമയിൽപ്പെട്ടതാണ് എന്ന് എന്നിട്ട് പറയാണ്, വസ്സബ്റു സലാസത്തു അൻവാ, ക്ഷമ എന്നുള്ളത് 3 ഇനമാണ്. സബ്റുൻ അലാ ത്വാഅത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ. വസബ്റുൻ അൻ മഹാരിമില്ല, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലുള്ള ക്ഷമ. വസബ്റുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലമ,
ഒരുത്തന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വേദന ഉണ്ടാകുന്ന അള്ളാഹുവിൻ്റെ വിധികളിൽ, അതായത് വ്യക്തിപരമായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ക്ഷമിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയുന്നു ഈ 3 ക്ഷമയുടെ ഇനങ്ങളും എന്തിൽ വന്നിട്ടുണ്ട്? നോമ്പിൽ വന്നിട്ടുണ്ട്. കാരണം നോമ്പിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നതുകൊണ്ട് എന്ത് വന്നിട്ടുണ്ട്? അതിൽ ക്ഷമ വന്നിട്ടുണ്ട്. അതിൽ ഹറാമുകൾ, അവന്റെ ഇച്ഛകൾ, ഹറാമായ ഇച്ഛകളെല്ലാം ഒഴിവാക്കുന്നു എന്ന നിലക്ക് ഹറാം ഒഴിവാക്കുന്ന ക്ഷമയും വന്നു. وصبرا على ما يحصل للصائم فيه من ألم الجوع والعطش وضعف النفس والبدن. അതുപോലെ തന്നെ നോമ്പെടുക്കുമ്പോൾ ഖദറിലുള്ള ക്ഷമ, അള്ളാഹുവിന്റെ വിധിയുള്ള ക്ഷമ. അത് പറഞ്ഞാൽ എന്താ? നോമ്പെടുക്കുമ്പോൾ അവന് പട്ടിണി, വിശക്കുന്നതിൻ്റെ, ദാഹിക്കുന്നതിൻ്റെ, ശരീരം ക്ഷീണിക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ അവൻ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. അപ്പൊ 3 ക്ഷമയും നോമ്പിൽ വന്നു. വഹാദൽ അലമുൻ നാശിഉ മിൻ അഅമാലിത് ത്വാആത്ത്. ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ഉണ്ടാകുന്നുണ്ടെങ്കിൽ യുസാബു അലൈഹി സാഹിബുഹു, ആ ബാധിക്കുന്ന ആൾക്ക് പ്രതിഫലം നൽകപ്പെടും. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്താ തെളിവ്? കമാ ഖാല തആല ഫിൽ മുജാഹിദീൻ, അല്ലാഹു തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പറ്റി പറഞ്ഞതുപോലെ, ദാലിക ബിഅന്നഹും ലാ യുസീബുഹും ദമഉൻ വലാ നസബുൻ വലാ മഖ്മസത്തുൻ. ജിഹാദിന് പോകുന്ന ആളുകളെ പറ്റി പറയാണ്, അവർക്ക് ആ പോകുന്ന ജിഹാദ് ചെയ്യുന്ന സമയത്ത് ദാഹമോ ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ബാധിക്കുകയാണ്. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അഥവാ ജിഹാദിൽ. വലാ യതഊന മൗതിഅൻ, അങ്ങനെ അവരെ എന്തെങ്കിലും ഒരു ചുവട് വെക്കുകയാണ്. യഗീദുൽ കുഫാർ, കുഫാറുകൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന, അസ്വസ്ഥമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ചുവട് അവർ വെക്കുകയാണ്. വലാ യനാലൂന മിൻ അദുവ്വിൻ നൈലൻ, എന്തെങ്കിലും ശത്രുക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് അവരുണ്ടാക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സാലിഹ്, അങ്ങനെയൊക്കെ ചെയ്താൽ അതെന്ത് രേഖപ്പെടുത്തും? ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തും. അഥവാ ജിഹാദിന് പോകുന്ന നിലക്ക് ആ പോകുന്ന സമയത്ത് യാത്രയിൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കഷ്ടപ്പാട്, അങ്ങനെ എന്തുണ്ടാക്കിയാലും, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടാക്കിയാൽ, ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, എന്തുണ്ടായാലും അവർ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്തുണ്ട്? അത് അമലുൻ സാലിഹായിട്ട് രേഖപ്പെടുത്ത വെക്കും. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല. എന്നിട്ട് പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന മുദാഅഫത്തുൽ അജ്രി ലിൽ അഅമാലി തകൂനു ബി അസ്ബാബിൻ, ഒരു കർമ്മത്തിന് അല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ഇരട്ടിയാവുക അല്ലെങ്കിൽ ഇരട്ടിക്കപ്പെടുക എന്നുള്ളത് പല കാരണങ്ങളാൽ ഉണ്ടാകും. പല കാരണങ്ങളാൽ പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കപ്പെടും. മിൻഹ, അതിൽപ്പെട്ട കാര്യമാണ് ഷറഫുൽ മക്കാനിൽ മഅമൂലി ഫീഹി ദാലിക്കൽ അമൽ, ഒരു കർമ്മം എവിടെയാണോ ചെയ്യപ്പെടുന്നത് എന്നതിനെ പരിഗണിച്ച്, ഏത് സ്ഥലത്ത് വെച്ചാണ് ആ കർമ്മം ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അമലിന് എന്താകും? പ്രതിഫലം ഇരട്ടിയാക്കപ്പെടും. കൽ ഹറം, ഏതുപോലെ? ഹറം പോലെ. മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ മദീനയിൽ ഹറമിൽ നിസ്കരിച്ചാലുള്ള വ്യത്യാസം പോലെ. വലിദാലിക തുളാഅഫു സ്വലാത്തു ഫീ മസ്ജിദൈ മക്കത വൽ മദീന, അതുകൊണ്ടാണ് മക്കയുടെയും മദീനയും മസ്ജിദിൽ നിസ്കരിച്ചാൽ പ്രതിഫലം ഇരട്ടിയാക്കപ്പെടുന്നത്. കമാ സബത ദാലിക ഫിൽ ഹദീസ് സ്വഹീഹ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട പോലെ, ഖാല സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ മസ്ജിദിൽ വെച്ചുള്ള നിസ്കാരം ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ്, ഇതല്ലാത്ത മസ്ജിദുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 കണക്കിന് ഉത്തമമാണ്. മിനൽ മസാജിദ് ഇല്ലൽ മസ്ജിദുൽ ഹറം, മസ്ജിദുൽ ഹറം ഒഴികെ. ഫീ റിവായത്തിൻ ഫഇന്നഹു അഫ്ളൽ, അഫ്ളൽ ഖൈർ എന്നുള്ളതിന് പകരം അഫ്ളലും കാണാം. മസ്ജിദുൽ ഹറം മാത്രം ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്നതാണ്, മദീന 1000 കണക്കിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. വമിൻഹ, അതുപോലെ സ്ഥലം കൊണ്ട് എന്താവും ഒരു കർമ്മം? അപ്പോൾ ഒരേ നിസ്കാരമായിരിക്കും, ഒരാൾ ഇവിടെ വെച്ച് നിസ്കരിക്കുകയാണ്, ഒരാൾ ഹറമിൽ വെച്ച് നിസ്കരിക്കുകയാണ്, പ്രതിഫലം വ്യത്യാസമാണ്. അതുപോലെ ഷർഫു സമാൻ, ചില കാലങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് അമലുകൾക്ക് പ്രതിഫലം ഇരട്ടിയാക്കപ്പെടും. കശഹരി റമളാന വഅശ്രി ദിൽഹിജ്ജ, ഏതുപോലെ? റമളാൻ മാസം പോലെ, ദിൽഹിജ്ജയിലെ 10 ദിവസം പോലെ. റമളാൻ മാസത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അശ്റ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം കർമ്മം ചെയ്യുന്ന പോലെ. വഖദ് യുദാഅഫു സവാബു അസ്ബാബിൻ ഉഖർ, മറ്റു ചില കാരണങ്ങൾ കൊണ്ടും കർമ്മങ്ങളുടെ പ്രതിഫലം എന്താകും? ഇരട്ടിയാക്കപ്പെടും. മിൻഹ, അതിൽപ്പെട്ടതാണ് ഷറഫുൽ ആമിലി ഇൻദല്ലാഹി വഖുർബുഹു മിൻഹു വകസ്റതു തഖ്വാഹു, ഒരു പ്രവർത്തിക്കുന്നവന്റെ, ഒരു കർമ്മം ചെയ്യുന്നവന്റെ ശ്രേഷ്ഠത അനുസരിച്ച് അവന്റെ തഖ്വ, അവൻ അള്ളാഹുമായിട്ടുള്ള സാമീപ്യം,
അവൻ്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഒരാളുടെ ഖൽബിൻ്റെ അവസ്ഥ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പ്രതിഫലം ഇരട്ടിയാക്കപ്പെടും. കമാ ദുഇഫ അജ്റു ഹാദിഹിൽ ഉമ്മ അലാ ഉജൂരി മൻ ഖബ്ലഹും മിനൽ ഉമമി വഉതു കിഫ്ലൈൻ മിനൽ അജ്ർ. അതിനൊരു ഉദാഹരണം, പൊതുവായിട്ടുള്ള ഉദാഹരണം എന്താണ്? ഈ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് മറ്റുള്ള ഉമ്മത്തുകൾ, അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയോ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾ, അവർ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ നിസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് ആർക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഉള്ളത്. അതാ ഉമ്മത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടായ മൊത്തത്തിലായിട്ടുള്ള പ്രതിഫലമാണ്. അതുപോലെ വ്യക്തികൾക്ക് അവരുടെ ഇഖ്ലാസ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ഭയം, പ്രതീക്ഷ, കൽബിൻ്റെ അവസ്ഥ, അങ്ങനെയൊക്കെ വെച്ചിട്ട് അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും. അപ്പോൾ സ്ഥലത്തിനെ പരിഗണിച്ചുകൊണ്ട്, സമയത്തെ പരിഗണിച്ചുകൊണ്ട്, വ്യക്തികളെ പരിഗണിച്ചുകൊണ്ട് ഈ പ്രതിഫലം ഇരട്ടിയാക്കപ്പെടും. വമ്മാ ഖൗലുഹു, ഇനി ആ ഹദീസിൻ്റെ വാക്കിൽ വന്ന പലപ്പോഴും പല ആളുകൾക്കും വ്യക്തമാകാത്ത, അതെന്താ ഇപ്പോൾ ഫൈന്നഹു ലീ എന്നുള്ള പറഞ്ഞത്? അള്ളാഹ്ക്ക് വേണ്ടി, നമ്മൾ ബാക്കിയുള്ളതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, ഈ നോമ്പിന് മാത്രം എന്താ അങ്ങനെ പറഞ്ഞ്? അപ്പോൾ ആ വാക്ക് എന്താണ് വരാൻ കാരണം എന്ന് പറയാം. വമ്മാ ഖൗലുഹു ഫഇന്നഹു ലീ, ഫഇന്നഹു ലീ, അത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള വാക്ക് പറയാനുള്ള കാരണം, ഫഇന്നല്ലാഹ ഖസ്സ സിയാമ ബിഇദാഫതിഹി ഇലാ നഫ്സിഹി ദൂന സായിരിൽ അഅമാൽ. അല്ലാഹു തആല നോമ്പിനെ മാത്രം അള്ളാഹുവിലേക്ക് ഇവാഫത്ത് ചെയ്ത് ചേർത്തിക്കൊണ്ട് പറഞ്ഞു, മറ്റുള്ള കർമ്മങ്ങളൊന്നും പറയാതെ നോമ്പിനെ മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞു. വഖദ് കസുറൽ ഖൗലു ഫീ മഅനാ ദാലിക്, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതിൽ ധാരാളം വാക്കുകൾ വന്നിട്ടുണ്ട്, അഥവാ പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വമിൻ അഹ്സനി മാ ദുക്കിറ ഫീഹി വജ്ഹാൻ, അതിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ രണ്ട് വജ്ഹിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അഥവാ പല രീതിയിൽ എന്താണ് അള്ളാഹു തആല ചേർത്തി പറയാനുള്ളത് എന്നുള്ളത് പല രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല രീതി എന്നുള്ളത് രണ്ട് വജ്ഹുകളിലായി പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് ഒന്നാമത്തേത് അന്ന സിയാമ ഹുവ മുജറദു തർക്കി ഹുബൂബിൻ നഫ്സി വശഹവാതിഹ അൽ അസ്ലിയ അല്ലതി ജുബിലത് അലൽ മീലി ഇലൈഹാ ലില്ലാഹി അസ്സ വജൽ. നോമ്പ് എന്നുള്ളത്, നോമ്പിൽ അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് സ്വാഭാവികമായിട്ടും പ്രകൃതിയ അടിസ്ഥാനപരമായി മനുഷ്യന് ആവശ്യമുള്ള, അല്ലെങ്കിൽ അള്ളാഹു തആല അനുവദിച്ചിട്ടുള്ള ചായ്വ് തോന്നുന്ന കാര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അതിൽ നടക്കുന്നത്. വലാ യൂജദു ദാലിക ഫീ ഇബാദത്തിൻ ഉഖ്റാ ഗൈറ സിയാം, ഈ ഒരു കാര്യം നോമ്പിലല്ലാതെ മറ്റൊന്നിലും എന്തിരുന്നില്ല, ആവശ്യമില്ല. നോമ്പിലല്ലാതെ മറ്റൊന്നിലും എന്ത് ചെയ്യുന്നില്ല, ഈ കാര്യം ആവശ്യം വരുന്നില്ല. ലിയന്നൽ ഇഹ്റാം, പക്ഷെ എന്തിൽ വരും? ഇഹ്റാമിൽ വരുന്നുണ്ട്. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എന്താണ്, അവന് ഹലാലായ കാര്യങ്ങൾ പറ്റൂല, സ്ത്രീ പുരുഷ ബന്ധം പറ്റൂല, വേറെ പല കാര്യം, അവന് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും പറ്റൂല, ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാവുന്ന കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഇഹ്റാമിന്റെ കാര്യം പറയാണ്, ലിയന്നൽ ഇഹ്റാമ, എന്നാൽ ഇഹ്റാമിന്റെ അവസ്ഥ ഇന്നമാ യുത്രഖു ഫീഹിൽ ജിമാഉ, അതിൽ ഭാര്യാഭർത്തൃ ബന്ധം അവിടെ ഒഴിവാക്കപ്പെടുന്നു. വദവാഇഹി മിന അത്വീബി ദൂന സായിരി ശഹവാത്ത്, പിന്നെ ഒഴിവാക്കപ്പെടുന്ന ഒരു ശഹവത്ത് എന്താണ്? അത്തറിനോടുള്ള, സുഗന്ധത്തിനോടുള്ള ശഹവത്താണ്. ഒന്ന് ഭാര്യയോടുള്ളത്, അതുപോലെ തന്നെ സുഗന്ധം എന്നുള്ളത്. ദൂന സായിരി ശഹവാത്ത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. മിനലാക്കിൽ വശുർബ്, ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അതിനൊന്നും വിരോധമല്ല. നോമ്പ് പോലെ എന്തിലില്ല, ഇഹ്റാമിൽ വരുന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്ന വേറൊരു കാര്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കദാലിക്കൽ ഇഅ്തികാഫ്, ഏതാണ്? ഇഅ്തികാഫാണ്. ഇഅ്തികാഫിൽ എന്ത് വേണം? ഇത് ഒഴിവാക്കണം. ജിമാഅ് പറ്റൂല, അതുപോലെ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. മഅന്നഹു താബിഉൻ ലിസ്സൗമി, പക്ഷേ ആ ഇഅ്തികാഫ് എന്തിന്റെ ഭാഗമാണ്? നോമ്പിന്റെ ഭാഗമാണ്. നോമ്പില്ലാതെ ഇഅ്തികാഫ് ഇരുന്നിട്ടില്ല. നോമ്പ് ഇഅ്തികാഫിന്റെ ഷർത്താണെന്ന് വരെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. അപ്പോൾ ഈ നോമ്പ് പോലെ എന്ത് വന്നിട്ടില്ല, വേറൊന്നും ഈ കാര്യങ്ങളെ ഒഴിവാക്കുന്ന നിലക്ക് വന്നിട്ടുള്ള പിന്നെ രണ്ട് ഇബാദത്ത് ഇഹ്റാമും ഇഅ്തികാഫുമാണ്. പക്ഷെ അതിനൊക്കെ എന്തുണ്ട്? നോമ്പിന്റെ അത്ര വരുന്നുമില്ല. എന്നിട്ട് പറയാണ് വമ്മസ്വലാത്തു, ഇനി നിസ്കാരം ഒരാൾ പറയുകയാണെങ്കിലോ, നിസ്കാരത്തിലും ഇപ്പം അങ്ങനെ തന്നെ അല്ലേ, നിസ്കരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിച്ച നിസ്കാരം എന്താവും? ബാത്തിലാകും. അതുപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടല്ലോ, നിസ്കാരം അങ്ങനെയല്ലേ. വമ്മസ്വലാത്തു, ഇനി നിസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫഇന്നഹു വഇൻ തറക്കൽ മുസല്ലി ഫീഹാ ജമീഅ അശ്ശഹവാത്ത്, ആ നിസ്കരിക്കുന്ന സമയത്തും ആ എല്ലാ ഇച്ഛകളും ഒരാൾ ഒഴിവാക്കുന്നുണ്ട്. തിന്നും കുടിക്കണം ഒന്നുമില്ല വിചാരിക്കുക, വേറൊന്നും ഒക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും ഇല്ല അന്ന മുദ്ദതഹാ ലാ തതൂലു, പക്ഷെ എന്താണ് അതിൻ്റെ സമയം എത്രയേ ഉള്ളൂ? വളരെ കുറച്ച് നേരമേ ഉള്ളൂ. ഒരു നിസ്കരിക്കാൻ എത്ര സമയം വേണ്ടി വരും? ആ സമയമേ ഉള്ളൂ. ഫലാ യജിദുൽ മുസല്ലി ഫഖദ അത്ത്വആമി വശറാബി ഫീ സ്വലാത്തിഹി,
അവന് പിന്നെ നിസ്കരിക്കുന്ന ഒരുവന് ഭക്ഷണം കഴിക്കണില്ല വെച്ചിട്ട് അങ്ങനെ തോന്നുമോ? ഞാൻ ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി തോന്നുമോ? ഇല്ല. നോമ്പ് വരുന്ന തോന്നുന്ന പോലെ തോന്നുമോ? ഇപ്പോൾ നോമ്പ് എടുക്കുന്ന ഒരുത്തന് എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട് തോന്നുന്ന പോലെ നിസ്കരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള ഒരാൾക്ക് ഞാൻ ഭക്ഷണം ഒഴിവാക്കിയല്ലോ വെള്ളം ഒഴിക്കുക ഒരു വലിയ കാര്യമായിട്ട് തോന്നുമോ? തോന്നൂല. ബൽ ഖദ് നുഹിയ അൻ യുസല്ലിയ വനഫ്സുഹു തതൂഖു ഇല الطعام بحضرته حتى يتناول منه ما يسكن نفسه. മാത്രല്ല, ഇനി നിസ്കാരം ജമാഅത്തിന്റെ സമയമാണെങ്കിൽ പോലും അവിടെ ഭക്ഷണത്തിനോട് ആവശ്യമായിട്ട് നഫ്സ് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ ഭക്ഷണം റെഡിയാണ്, അവന് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം, അവൻ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടത്. അവനത് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റൂല, അവന് ഭക്ഷണം കഴിക്കണം. അതിന് വരെ എന്ത് കൊടുത്തിട്ടുണ്ട്? അനുവാദം കൊടുത്തിട്ടുണ്ട്. വലിഹാദാ ഉമിറ ബി തഖ്ദീമിൽ അശാഇ അലസ്സലാ. അതുകൊണ്ടാണ് ഇശായിന് മുമ്പ് അശായിനെ തഖ്ദീം ചെയ്തത്, അഥവാ ഇശാ നിസ്കാരത്തിന് മുമ്പ്, അഥവാ രാത്രി നിസ്കാരം രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് മതി എന്ന നിലക്ക്, അഥവാ വിശപ്പ് അടങ്ങിയിട്ട് മതി എന്ന നിലക്ക് പറയാനുള്ള കാരണം. ചില പണ്ഡിതന്മാർ ഇത്രത്തോളം ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടതായി കാണാം. ഒരു ചില ചർച്ചകളാണ്. തതവ്വു ആയിട്ടുള്ള നഫിലായിട്ടുള്ള ഇബാദത്തുകളിൽ അഥവാ ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങളിൽ വെള്ളം കുടിക്കൽ കുഴപ്പമില്ല, വെള്ളം കുടിക്കൽ അനുവദനീയമാണ് എന്ന നിലക്ക് വരെ ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വകാന ഇബ്നു സുബൈർ യഫഅലുഹു ഫീ സ്വലാത്തി. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഈ നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള ഒരു അസർ വന്നിട്ടുണ്ട്. വഹുവ റിവായത്തുൻ അനിൽ ഇമാം അഹ്മദ്. അതുപോലെ ഇമാം അഹ്മദിന്റെ എന്നുള്ള റിവായത്താണ്. വഹാദാ ബി ഖിലാഫ് സിയാം. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞത്, അതായത് നോമ്പ് ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണല്ലോ എന്ന നിലക്ക് നിസ്കാരത്തിനെ നോമ്പിന്റെ ഒപ്പം പറയാൻ പറ്റില്ല എന്നിട്ട് പറയാണ് വഹാദാ ബി ഖിലാഫ് സിയാം. ഇതൊന്നും നോമ്പിന്റെ പോലെ ആവൂല. ഫൈന്നഹു യസ്തൗഇബു നഹാറ കുല്ലഹു. കാരണം നോമ്പിൽ പകലിൽ മൊത്തം അയാളത് വേണ്ടാന്ന് വെക്കുകയാണ്. ഫയജിദു സ്വായിമു ഫഖദ ഹാദിഹി ശഹ്വാത്ത്. നോമ്പുകാരന് ശരിക്കാണ് മനസ്സിലാവും ഞാൻ ഇന്ന ഇച്ഛകളൊക്കെ ഒഴിവാക്കണല്ലോ എന്നുള്ളത്, ഭക്ഷണം വെള്ളമൊക്കെ ഒഴിവാക്കുകയാണല്ലോ എന്നുള്ളത്. വതതൂഖു നഫ്സുഹു ഇലൈഹ. അവൻ്റെ നഫ്സാണെങ്കിലോ അതിലേക്ക് ആവശ്യക്കാരനാണ് താൻ. അതായത് ഈ നിസ്കാരത്തിന്റെ സമയത്ത് ഒരുത്തന് വിശക്കുകയാണ്, അല്ലെങ്കിൽ ദാഹിക്കുകയാണ്, മലമൂത്ര വിസർജനമാണ്. ഈവൻ ഉലമാക്കൾ ഷഹ്വത്തിന്റെ കാര്യം വരെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഷഹ്വത്ത് മൂർച്ഛിച്ചിരിക്കുകയാണെങ്കിലും ജമാഅത്തല്ല പ്രാധാന്യം അതിനാണ് കൊടുക്കേണ്ടതെന്നാണ്. ധാരാളം കാര്യങ്ങൾക്കാണ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നോമ്പുകാരനൊന്നും ചെയ്യാൻ പറ്റൂല. നോമ്പുകാരന് കുറേ വിഷമം അല്ലെങ്കിൽ അത്രയും ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ആവണം. പക്ഷെ അല്ലാത്ത രീതിയിൽ ഒരു അനുവാദം കൊടുത്തില്ല. അപ്പം നഫ്സിൽ ആഗ്രഹമുണ്ട്, അവനത് വിശപ്പിന്റെ ഇല്ലാത്തതിന്റെ ഭക്ഷണം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്, ഒക്കെ നോമ്പിനുണ്ട്. ഹുസൂസൻ ഫി നഹാരി സ്വൈഫി. ഇനി ആ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയപ്പോഴാ വേനലിന്റെ കാലത്തുള്ള പകലിലാണ്. ചൂടുള്ള കാലത്ത് നോമ്പ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ലിഷിദ്ദത്തി ഹർരിഹി വതൂരിഹി. കാരണം ചൂടും കൂടുതലായിരിക്കും, ആ ചൂടുള്ള കാലത്ത് പകലിന്റെ ദൈർഘ്യവും കൂടുതലായിരിക്കും. വലിഹാദാ റുവിയ അന്ന മിൻ ഖിസാലിൽ ഈമാൻ അസ്സൗമ ഫിസ്സൈഫ്. അതുകൊണ്ടാണ് സലഫുകൾ ചില പറയാറുള്ളത് ഈമാനിന്റെ അടയാളമാണ് ചൂട് കാലത്ത് നോമ്പെടുക്കുക എന്നുള്ളത്, അഥവാ വേനൽക്കാലത്ത് നോമ്പെടുക്കുക. കാരണം പകല് കൂടുതലായിട്ട് പിന്നെ ബുദ്ധിമുട്ടും കൂടുതലുള്ള ആ സമയത്ത് നോമ്പ് വെൽക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമായിട്ട് സലഫുകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ ചർച്ച നോമ്പ് എന്നുള്ളത് ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ്. അതുപോലെ വേറൊരു ഇബാദത്തും വരുന്നില്ല. നിസ്കാരത്തിന് വേറെ പല ഫദ്ലുകളുണ്ട് എങ്കിലും ഈ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിൽ എന്താവൂല, നോമ്പിനൊപ്പം എത്താൻ നിസ്കാരത്തിന് സാധിക്കുകയില്ല. വേറെ ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദർസിൽ നാളെ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനും യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ആ ഇബാദത്തുകൾ അതിൻ്റെ പരിപൂർണതയോടുകൂടി നിർവഹിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.